സിലിണ്ടറും ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഞാൻ ഹോട്ടലിനടക്കും. നേരത്തെ ഗ്യാസിൽ 3 ബർണറിന്റെ ഇതിനകത്താണ് നമ്മൾ 50 കിലോ അരി ഇടുന്നത്. 9 മണിക്ക് ഇട്ടാൽ 12 മണിയായാലും ചോറാവൂല. ഇത് നേരെ മറിച്ച് 11 മണിക്ക് ഇട്ടാൽ 12 മണിയാകുമ്പോൾ ചോറായി. ഗ്യാസും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു സിലിണ്ടറിന് ഒരു 100 രൂപയുടെ വിറക് മതി. പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്നുണ്ടായ LPG പ്രതിസന്ധി മൂലം കേരളത്തിലെ ഹോട്ടലുകളിൽ പലതും അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊച്ചി നഗരമധ്യത്തിലെ ഈ ഒരു ഹോട്ടൽ സാധാരണ നിലയിൽ പ്രവർത്തിക്കുകയാണ്. എന്താണ് അതിന് പിന്നിലെന്ന് നമുക്ക് ഹോട്ടൽ ഉടമ രാജീവിനോട് തന്നെ ചോദിക്കാം. എല്ലാരും കൂടി 5 രൂപ വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്ക്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഈ LPG ക്ഷാമമൊന്നും ബാധിച്ചിട്ടില്ലേ? എല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. LPG ക്ഷാമം നമ്മളെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ബാധിച്ചില്ലെങ്കിൽ ഹോട്ടൽ നടത്താം. നമ്മുടെ വിറകടുപ്പിൽ നമുക്ക് നടത്താൻ പറ്റും. ഒരു സിലിണ്ടർ ഇല്ലെങ്കിൽ പോലും നടത്താൻ പറ്റും. സിലിണ്ടർ ഇല്ലെങ്കിൽ നടത്താം. മൊത്തത്തിൽ സിലിണ്ടറും ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഞാൻ ഹോട്ടൽ നടത്തും. അതെങ്ങനെ സാധിക്കുന്നത്? അത് അതിനകത്തൊരു ഇൻവെർട്ടർ വെച്ചാൽ മതി. ഈ വിറകടുപ്പിൽ ഇൻവെർട്ടർ ഓൾറെഡി ഉണ്ട്. പിന്നെ ജനറേറ്റർ ബാക്കപ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ കറണ്ട് ഇല്ലെങ്കിലും ഈ വിറകടുപ്പ് വർക്ക് ചെയ്യും. പിന്നെ ഒരു ബാറ്ററിയുടെ ഒരു മൊബൈൽ ചാർജറിൻ്റെ കറണ്ട് മതി ഇതിന് വർക്ക് ചെയ്യാനായിട്ട്. ഇത് കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓടിപ്പോയിട്ട് വിറകടുപ്പ് മേടിക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ അകത്ത് കാസ്റ്റൈനാണ്. പിന്നെ അതിനകത്ത് സിറാമിക് കോട്ടിങ് കൊടുത്തിട്ടുണ്ട്, ചൂട് പുറത്തു വരാതിരിക്കാൻ വേണ്ടി. വൺസ് കത്തിക്കഴിയുമ്പോൾ ഇത് പഴുക്കും. ഇതിൻ്റെ ആ സാധനം ഉണ്ട്, അതിനകത്തിരിക്കുന്ന ഒരു സാധനം, അത് പഴുക്കും, റെഡ് കളറാവും. അതിനകത്തൊരു ഇരുമ്പ് വെച്ചാൽ ഇരുമ്പ് ഉരുകി പോകും ചിലപ്പോൾ. അതാണ് എൻ്റെ പ്രത്യേകത. ഇത് പഴുത്ത് കഴിയുമ്പോൾ ഒരു കഷ്ണം കോലിട്ട് കൊടുത്താൽ മതി. ഈ കിടക്കുന്ന കോലിൽ ഒരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. അതുമേൽ മൾട്ടിപ്പിൾ ചൂടാണ് വന്നത്. പിന്നെ നേരത്തെ ഗ്യാസിൽ 3 ബർണറിൻ്റെ ഇതിനകത്താണ് നമ്മൾ 50 കിലോ അരി ഇടുന്നത്. ഈ 50 കിലോ അരി ഇട്ട് കഴിഞ്ഞാൽ ഗ്യാസ് ഇങ്ങനെ കിടന്ന് കത്തിക്കൊണ്ടിരിക്കണേ. ഗ്യാസ് കണ്ടമാനം വേസ്റ്റാണ്. 9 മണിക്ക് ഇട്ടാൽ 12 മണിയായാലും ചോറാവൂല. ഇത് നേരെ മറിച്ച് 11 മണിക്ക് ഇട്ടാൽ 12 മണിയാകുമ്പോൾ ചോറായി. ഭയങ്കര പൊലിമ കിട്ടും ചോറിന്. എല്ലാവരും ഉപയോഗപ്പെടുത്തത്. ജനങ്ങളുടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിറകടുപ്പ് അത് പുകയാണ്, അത് കൊള്ളൂല, അങ്ങോട്ട് പറയണേ. അങ്ങോട്ട് ചേട്ടൻ എങ്ങനെയാണ്? എത്ര ആളായി? ഞാൻ 2 വർഷമായി. ഞാൻ 2 വർഷം മുമ്പ് ഇങ്ങനെ എന്തൊരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പോയി അതിനോട് സംസാരിച്ച്. പിന്നെ തമിഴ്നാട്ടിൽ പോയി. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ പോയി 2 ദിവസം സ്റ്റേ ചെയ്ത് ഞങ്ങൾ 2-3 ദിവസത്തിനുള്ളിൽ കണ്ടെത്തി. അപ്പം തന്നെ മേടിച്ചു. ഇവിടെ ഞങ്ങൾ ട്രാൻസ്പോർട്ടിങ് ഇല്ലാതെ ഒരെണ്ണം നമ്മുടെ വണ്ടി കൊണ്ടുവരാൻ പറ്റി. മറ്റേ വലുതായിരുന്നു. ഇത് 80,000 രൂപയുടെ സാധനം എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 350-400 കിലോ ഉണ്ട്. ഇത് പൊക്കി മേളിലോട്ട് കയറ്റിയപ്പോൾ കംപ്ലീറ്റ് ടൈലും പൊട്ടിപ്പോയി. 2 പേരുടെ കൈയും പോയി. ആക്സിഡൻ്റ് ഒക്കെ ആയി. അത് ഭയങ്കര വെയിറ്റുള്ള സാധനം. ഇത് പിന്നെ 20 കൊല്ലമൊക്കെ ഈസി ആയിട്ടിരുന്നുള്ള ഈ സാധനം. ഇപ്പോൾ നമ്മൾ വിറകടുപ്പ് എന്ന് പറയുമ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇത് കൂടുതൽ ചിലവാണെന്നാണ് പറയുന്നത്. ഈ ഒരു അനുഭവത്തിൽ എന്താ തോന്നുന്നു ഈ അടുപ്പിൻ്റെ കാര്യത്തിൽ? എനിക്ക് ഗ്യാസും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 1000 രൂപയുടെ ഗ്യാസ്, 1000 ചിലതിനോട് ഒരു സിലിണ്ടറിന് ഒരു 100 രൂപയുടെ വിറക് മതി. ശരിക്കും 100 രൂപയുടെ വിറക് എനിക്ക് വരാറില്ല കേട്ടോ. എനിക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് വിറക് എനിക്ക് ദൈവം പോലെ ഒരാൾ എനിക്ക് തന്നെ ഉണ്ട്. അത് ഈ പെരുമ്പാവൂരൊക്കെ പോയ പ്ലൈവുഡ് കമ്പനികളിലൊക്കെ ഒരുപാട് വിറക് കിട്ടും. വിറകുകളൊക്കെ വേസ്റ്റായിട്ട് കിടക്കാൻ. ഇനിയിപ്പോൾ ചെറിയ ഡിമാൻഡ് വരും. എങ്കിലും വീടുകളിലൊക്കെ മരം വെട്ടിയ വിറകൊക്കെ കിടപ്പുണ്ടാവും ഒരുപാട്. അതൊക്കെ എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. മാക്സിമം ഉപയോഗപ്പെടുത്താം. നമുക്ക് എല്ലാവർക്കും കച്ചവടം ചെയ്യണമെന്ന് ലാഭം കിട്ടാൻ വേണ്ടിയല്ലേ. ഇവിടെ ഇപ്പോൾ എത്ര ഉറപ്പുണ്ട് ഇതുപോലത്തെ? ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പം 4 ഉണ്ട് ഇവിടെ. പിന്നെ മീൻ മറക്കണ തവയുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ പണിക്കാർ സമ്മതിക്കില്ല. അവർ ഗ്യാസിൽ വർക്ക് ചെയ്ത് സുഖിച്ച് പഠിച്ചു വിടണം. അപ്പോൾ ഇതിൽ വിറക് കുത്തിക്കയറ്റി വെക്കണം, പിന്നെ ചിരട്ടയിട്ട് കത്തിക്കണം, അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് ഈ ഇതിൽ വർക്ക് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരാളെ ഇട്ട് കൊടുത്താൽ മതി. ഒരാളെ കത്തിക്കാൻ വേണ്ടി ഇടാം. ഫസ്റ്റ് തീ പിടിച്ചാൽ പിന്നെ കഴിഞ്ഞ്. ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ 1 ചാക്ക് തേങ്ങ 1.5 ചാക്ക് തേങ്ങ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ആ തേങ്ങയുടെ ചിരട്ട ഇപ്പം ചിരട്ടയ്ക്ക് വിലയുണ്ട്. ആ ചിരട്ട ഇടക്കിടക്ക് ഇട്ട് കൊടുക്കും. അത് മതി ഇത് വർക്ക് ചെയ്യാനായിട്ട്. നമുക്ക് എന്തിനാണ് ഈ ഡെയിലി വൈകുന്നേരം ആകുമ്പോൾ 8000 രൂപ ഇവന്മാർക്ക് അയച്ചു കൊടുക്കുന്നത്? അതായത് ഒരു ഗ്യാസ് സിലിണ്ടർ പോയി ഉണ്ടെങ്കിലും ഈ മച്ചലി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് പൂർണ്ണമായും വർക്ക് ചെയ്യിപ്പിക്കും.